ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഹായ് ദിനേശ്, വിശേഷം? നല്ല വിശേഷം. നമ്മുടെ ഈ കമ്പനിയുടെ പേരെന്താ? ഗാർഡൻ ബാസ്ക്കറ്റ്. ഗാർഡൻ ബാസ്ക്കറ്റ്. ഗാർഡൻ ബാസ്ക്കറ്റ്. ഇത് ഈ മരടിലെ എവിടെയായിട്ടാണ് ഈ നമ്മുടെ ഈ സ്ഥാപനം? ഇത് നമ്മുടെ മരടിൻ്റെ സൈഡ് ന്യൂക്ലിയസ് മാളുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ആണല്ലേ, ഓക്കെ. ഈ റോഡിൻ്റെ പേര് TK ഷൺമാതിരം റോഡ്. അതല്ലേ. ഇവിടെ നല്ല നല്ല പച്ചക്കറികൾ ആണ് നമ്മുടെ മെയിൻ ബിസിനസ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതെ അതെ. അപ്പോൾ അങ്ങനെയാണ് ദിനേഷിനെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. ഞാനൊരു PWD കോൺട്രാക്ടറായിരുന്നു അത് ഫസ്റ്റ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതൽ, അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലഘട്ടം മുതലേ തന്നെ ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിലായിരുന്നു, പച്ചക്കറി മേഖലയിലായിരുന്നു. അത് എവിടെയായിരുന്നു ഫസ്റ്റ് ഷോപ്പ്? എവിടെയായിരുന്നു? മരട് ജംഗ്ഷനിൽ തന്നെയായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഒരു പച്ചക്കറി ബിസിനസ് അത് മാറി നാച്ചുറൽ പച്ചക്കറിയിലോട്ട് ഞാൻ പിന്നീട് വന്നതാണ്. അതെ അതെ. ദിനേഷ്, ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു വഴിത്തിരിവ് എന്താണ്? എനിക്ക് പൊതുവെ പ്രകൃതിയോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ജന്തുക്കളോടും സസ്യങ്ങളോടും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നീട് കൃഷി എനിക്കുണ്ടായിരുന്നു. കൃഷി ചെയ്യുന്നത് എനിക്കൊരു പാഷനാണ്. എവിടെയായിരുന്നു? അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ, ഇവിടെ തന്നെ എൻ്റെ മുകളിൽ ചെയ്യും, ഇവിടെ ചുറ്റുവട്ടത്ത് ചെയ്യും, പിന്നെ അപ്പുറത്ത് പറമ്പുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ടുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്. അതെ അതെ. അത് നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ, അത് മറ്റുള്ള എല്ലാവർക്കും കൂടി അത് ഷെയർ ചെയ്യാനുള്ള ഒരു തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഫുഡ് കഴിക്കണമെന്നും ഞാൻ സമ്പത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരമാണ്. ശരീരം എപ്പോഴും ഭംഗിയായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാവരും സമ്പത്തിൻ്റെ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എൻ്റെ ബോഡിയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്ന ഭക്ഷണവും അതേപോലെ അത്ര ബെറ്റർ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഓക്കെ. അതായത് ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് ഇപ്പോൾ പറഞ്ഞ സംഗതി അതിനകത്ത് ഓരോരോ സാഹചര്യം കൊണ്ട് ഈ ഫീൽഡിലേക്ക് വന്നതാണ് അല്ലേ? അതെ അതെ. അതിനകത്ത് മാറി ഈ ഒരു സ്വന്തം ബിസിനസ്സിലേക്ക്, അതായത് ഇങ്ങനെയുള്ള ഫുഡ്, അതായത് വെജിറ്റബിൾസ്, പച്ചക്കറിയാണ് മെയിനായിട്ട് പച്ചക്കറിയാണ് അല്ലേ? അതെ അതെ. അത് എങ്ങനെ നമ്മളിപ്പോൾ ആ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകുന്നു? ഇപ്പോൾ ഞാനിതിപ്പോൾ നേരത്തെ എനിക്ക് പേട്ടയിലൊരു ഷോപ്പായിരുന്നു, ഓർഗാനിക് ഷോപ്പായിരുന്നു. അതിനുമുമ്പ് എനിക്കൊരു സാധാരണ പച്ചക്കറി കടയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഓർഗാനിക് ഷോപ്പിലോട്ട് വരുന്നത്. പിന്നീട് ഞാനത് ഓൺലൈനിലോട്ട് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി എല്ലായിടത്തും കിട്ടും അല്ലേ? അതെ അതെ. പക്ഷേ നമ്മൾ ഇത് എവിടെ നിന്നൊക്കെയാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്? പല ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ എന്താണ്? എനിക്ക് പേട്ട ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓർഗാനിക് ഷോപ്പ് എന്ന് തന്നെയാണ് ഞാൻ പേരിട്ടിരുന്നത്. ഓക്കെ. പക്ഷേ ഞാൻ ആ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ കൃഷിക്കാരൊന്നും ചെയ്യുന്നത് ഓർഗാനിക് കൃഷിയല്ല, പേര് മാത്രമേ ഉള്ളൂ. അവർ കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നീട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ മേഖലയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായൊരു കാര്യം, നമ്മൾ ആദ്യം ഇവരുടെ തോട്ടത്തിൽ പോയി തോട്ടമെല്ലാം കണ്ട് ഇവരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഈ സാധനം എടുക്കുന്നത്. പിന്നീട് ഇവരുടെ തോട്ടത്തിൽ എന്തെങ്കിലും വിളവ് കുറയുകയോ അല്ലെങ്കിൽ കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമ്മളിത് മറ്റുള്ളവരോട് പറയാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല ഇതിങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഓർഗാനിക് എന്നുള്ള പദം എൻ്റെ വെജിറ്റബിൾസിന് ഞാൻ എടുത്ത് കളഞ്ഞു. ഞാനിപ്പോൾ നാടൻ വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ വളം ഉപയോഗിക്കാത്ത ഏരിയ എനിക്കറിയാം. അതായത് പച്ചക്കറി വളരുന്ന പ്രദേശങ്ങൾ, വളക്കൂറുള്ള ഏരിയകൾ ഉണ്ട്. ആ മണ്ണിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചില പച്ചക്കറികൾ അവിടെ വളരെ നന്നായിട്ട് വളരും. ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ഇപ്പോൾ ഏകദേശം ഒരു 10-35 വർഷത്തോളം ഞാൻ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് എല്ലാ വളക്കൂറുള്ള ഏരിയ, അവിടെ ഏറ്റവും നന്നായിട്ട് വളരുന്ന ആ ഭാഗത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ കസ്റ്റമർ കൊടുക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ചില പച്ചക്കറികൾക്കാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ചില ഏരിയയിൽ അവിടെ ഉണ്ടെങ്കിൽ വെണ്ടക്ക നന്നായിട്ട് വളരും, പക്ഷേ അവിടെ ചിലപ്പോൾ വെള്ളരിക്ക ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ഏത്തപ്പഴമൊക്കെ എടുക്കുന്നത് അതിരമ്പള്ളി ആ ഏരിയ നിന്നാണ് എടുക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് വരുന്ന കായന് നല്ല ടേസ്റ്റാണ്. ഒരു ഊട്ടി മേഖലയിൽ നിന്ന് വരുന്ന ചില ക്യാബേജ്, ക്യാരറ്റ് അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്.
ആ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് വരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഏത് വെജിറ്റബിൾസ് ആയാലും ഇപ്പം ഞാൻ നമ്മുടെ പ്രദേശത്തുള്ള കർഷകരുടെ നിന്ന് എടുത്താൽ പോലും അവരിത് ഓർഗാനിക് ആണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ഇവിടെ നിന്ന് ടർമറിക്ക് വാഷ് ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ പുറത്തോട്ട് വിടുള്ളൂ. ഞാൻ പറയുന്നില്ലേ ഇപ്പോൾ എല്ലാത്തിനും കെമിക്കൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ചക്ക, ഈ പറഞ്ഞ കരിക്ക്, ഇതൊക്കെ ഇതുപോലെ കെമിക്കൽ ആഡ് ചെയ്യാറുണ്ടോ? ചക്ക കൃഷിയായിട്ട് ഇത് വ്യാപകമായി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കീടങ്ങൾ വരും. അത് കൃഷി രൂപത്തിലോട്ട് പോകുമ്പോൾ അത് പ്രകൃതി എപ്പോഴും എന്താ പറയുക വൈവിധ്യമാണ്. അപ്പോൾ വൈവിധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സാധനം വളരുകയാണെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ വൈവിധ്യത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഏരിയ മുഴുവനും അത് തന്നെ ആകുമ്പോൾ ഈ പറയുന്ന പ്രശ്നമുണ്ട്. നമ്മുടെ അടുത്തുള്ള പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എങ്ങും കിട്ടാത്ത വിധത്തിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ മുരിങ്ങയില നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ തന്നെ ഇവിടെ കുറച്ച് മുരിങ്ങ മരം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചീരച്ചേമ്പ്, ആ ചേമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലെ കഴിച്ചാൽ മാത്രമേ ചൊറിച്ചിലുണ്ടാവാതിരിക്കുള്ളൂ. പിന്നെ അതേപോലെ അകത്തിച്ചീരയുടെ പ്രയോജനം എന്താണെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര തൈറോയ്ഡല്ല, നമുക്കറിയാം. തൈറോയിഡിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇപ്പോൾ രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം പോകും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പച്ചക്കറി കഴിക്കുമ്പോൾ ഈ അയഡിൻ കിട്ടാത്തത്. അതുകൊണ്ടിട്ടാണ് നമുക്ക് പിന്നെ മറ്റു പല റീസൺസ് ഒരുപാടുണ്ട്. മെയിൻ റീസൺ അയഡിൻ്റെ കുറവുകൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നമ്മൾ തൈരിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഇതപ്പോൾ എനിക്കറിയാം. ഇത് ഞാൻ പല ആൾക്കാർക്കും കൊടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന ഈ ഒരു ആ ലിങ്കിൽ തന്നെ ഞാൻ അകത്തിച്ചീര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കസ്റ്റമറോട് ഞാനിത് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഇപ്പം ഈ ബിസിനസ് ചെയ്യുന്ന പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നേഷൻ്റെ നിന്ന് മേടിക്കുന്ന പച്ചക്കറി കഴിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഒരാൾ പോലും എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ഇത്രയും കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഞാനൊരിക്കലും ഒരു ഓൺലൈൻ മീഡിയയിൽ പരസ്യം കൊടുത്തിട്ടല്ല. ഇപ്പോഴാണ് ഇപ്പോൾ പോലും കറക്റ്റായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല. തുടങ്ങണമെന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടായതിൻ്റെ ഒരു കാരണം ഞാൻ കൊടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാളിറ്റി അവരറിഞ്ഞിട്ട് അവർ തന്നെ ഫ്രണ്ട്സിനോടും അവരുടെ റിലേറ്റീവ്സിനോടൊക്കെ സജസ്റ്റ് ചെയ്യും. ഇന്നടുത്ത് വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് നല്ലതാണ്, നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് നോക്കുന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങനെയാണ് ഇത്രയും വളർന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ നമ്മളിത് സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ, പുതിയകാവ്, തിരുവാങ്കുളം, കുണ്ടന്നൂർ ഇങ്ങനെ ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഇപ്പോൾ പാലാരിവട്ടം, എടപ്പള്ളി, കാക്കനാട്, കലൂർ, എറണാകുളം ടൗൺ ഇങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെലിവറി ചെയ്യണോ? അതെ, ഡെലിവറി ചെയ്യണം. നമ്മൾ ഓരോ ഓർഡർ അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ 35 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട് അല്ലേ? അതെ അതെ. ഇപ്പം ധനേഷ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ എത്രയുണ്ട്? വളരെ കൂടുതലാണ്. കാര്യം നമ്മൾ ഓരോ തവണ ചെയ്യുന്നതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടാണ് ഞാൻ ഓരോ തവണ ചെയ്തു പോകുന്നത്. അതിൽ ഞാൻ ഭയങ്കര തൃപ്തിയുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു അതെ, എന്താ പറയുക, അതെ, നമ്മുടെ കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലുണ്ട്. അത് ഭയങ്കര സന്തോഷം. ധനേഷിന് ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം? എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് വളരെ കൂടുതലാണ്. അവക്കടെ സപ്പോർട്ടെന്ന് അത് എന്നെ ഇത്രയും വിജയിപ്പിച്ചതിൻ്റെ ഒരു റീസൺ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് അതേപോലെ അത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എൻ്റെ പേരെങ്ങനെ? ശ്രീജി. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 19 വർഷമാകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കയറിയത് അല്ലേ? അതെ. ധനീഷ് ഈ കാര്യത്തിലൊക്കെ പഠിപ്പിച്ചു തന്നു അല്ലേ? ഞാൻ പഠിപ്പിച്ചു തന്നു. അപ്പോൾ എല്ലാ സപ്പോർട്ടും ധനീഷിന് കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മളിവിടുത്തെ സ്പെഷ്യൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? സ്പെഷ്യൽ ചെയ്യണത് ഇപ്പോൾ കട്ട് വെജിറ്റബിൾസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് നമ്മൾ ക്ലീൻഡ് കൂർക്ക, പിന്നെ അങ്ങനെ എല്ലാം ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരിക്കും. ഇപ്പം എന്തെങ്കിലും ഡാമേജ് വന്നതിന് ഞങ്ങളത് കൊടുക്കത്തില്ല. എല്ലാം നോക്കി മാക്സിമം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പരമാവധി ഞങ്ങൾ നോക്കിയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളോട് പറയുക, നമ്മളത് റീഫണ്ട് ചെയ്ത് കൊടുത്തോളാം, അല്ലെങ്കിൽ പകരം കൊടുക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ആശയം ധനീഷ് സംസാരിച്ചപ്പോൾ എന്ത് തോന്നി സംഗതി? ഇങ്ങനൊരു
ഇങ്ങനെ ഒരു വെജിറ്റബിൾസിലേക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക്? ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിരുന്നതാണ്. ഓക്കെ. അത് ധൻസ്ര എന്നുള്ള പേരിലായിരുന്നു ഞങ്ങൾ ആ ഷോപ്പ് നടത്തിയിരുന്നത്. ഓർഗാനിക് ആയിട്ട് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ഓർഗാനിക്കിന്റെ പേര് മാറ്റിയിട്ട് ഓർഗാനിക് പേര് മാറ്റി ശരിക്കും അതായത് നാച്ചുറൽ പച്ചക്കറികൾ അല്ലേ, നാടൻ വെജിറ്റബിൾസ് എന്നുള്ള രീതിയിലാക്കി. ഇപ്പം മാഡം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ? 19 വർഷമായി. ഈ 19 വർഷത്തിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടോ ഈ ഒരു ബിസിനസ്സിൽ? ഒരു അനുഭവം, അതായത് നമ്മൾ ഈ സാധനം കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് അവരുടെ കിട്ടുന്ന ഫീഡ്ബാക്കോ നല്ലത് പരമാവധി മിക്കവരും നല്ലതാണ് എന്നുള്ളതാണ് നമ്മുടെ പറഞ്ഞേക്കുന്ന അഭിപ്രായം. അപ്പോൾ നമ്മൾ ഈ സാധനം എത്ര കിലോമീറ്റർ വരെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്? 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ അത് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എടപ്പള്ളി എടപ്പള്ളി വരെ പോകും അല്ലേ? അപ്പോൾ നമ്മൾ ഈ സാധനം രാവിലെയാണോ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യണത്. ഇതെല്ലാം കട്ട് ചെയ്ത് എല്ലാം ആക്കി വരുമ്പോൾ ഉച്ചയാവും. അത് മാഡവും കൂടി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ കൊടുക്കുന്നവരെ നമ്മൾ അത്ര കൺട്രോളിലായിരിക്കും അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി ഫാമിലിയിലേക്ക് കിടക്കാം. ആരൊക്കെയുണ്ട് ഇവിടെ? എൻ്റെ വൈഫ്, പിന്നെ മകള്, എൻ്റെ അമ്മ. ഓക്കെ. എത്ര പേരാണ്? പിള്ളേർ എത്ര പേരാണ്? ഒരാളേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ധനുഷേ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെയുള്ള എന്തൊക്കെ ടൈപ്പ് ഓഫ് പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സുകളാണെങ്കിലും എന്തൊക്കെയാണ് കിട്ടുന്നത് ഇവിടെ? നമുക്കിപ്പോൾ സാധാരണ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെണ്ടക്ക, വഴുതനങ്ങ, പയറ്, ബീൻസ്, കൊടപ്പൻ, പിണ്ടി ഇങ്ങനെയുള്ള ഐറ്റംസാണ്. ഇപ്പോൾ ഇത് നോർമലി എല്ലായിടത്തും ഉള്ള അതേപോലെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് കൂടാതെ മറ്റു ഓൺലൈനിലും കടകളിലൊക്കെ കിട്ടാത്ത കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ വാളമരയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് വാളമരയുണ്ട്. ഇപ്പോൾ എങ്ങും ഇല്ല സാധനം, പക്ഷേ നമുക്ക് വാളമര ഇപ്പോഴേ തന്നെ വന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ഈ നാടൻ പയറ് പുളിച്ചത്, അതിൻ്റെ അകത്ത് പുളിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ, പയറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ അകത്തിയുടെ ലീഫ് ഉണ്ടാവും. പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ട് ഒരു ചീരയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന് ഭയങ്കര കാഴ്ച കിട്ടുന്ന ഒരു ചീരയാണത്. അപ്പൊ തൈറോയിഡിന് അകത്ത് ചീര, അപ്പൊ ഇതുണ്ടാവും. പിന്നെ പൊന്നാങ്കണ്ണി ചീര. അപ്പൊ ഇത് കിട്ടുന്ന സമയത്തല്ല, നമ്മളിത് എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളിത് കളക്ട് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ ദിനേഷേ, നമ്മള് പർച്ചേസ് ചെയ്യണത് തന്നെ ഇന്ന് തന്നെയാണ് അത് കൊടുത്തെല്ലാം തീർക്കും. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ നാളത്തേക്ക് വെക്കില്ല. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇന്ന് കളക്ട് ചെയ്തെടുക്കുന്ന വെജിറ്റബിൾസ് മാത്രം, അത്ര ഫ്രഷ് ആയിരിക്കും വെജിറ്റബിൾസ്. ഓക്കെ. അപ്പം വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ദിനേഷേ, ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിയില്ലേ? ഇല്ല, മാറില്ല. കാര്യം എന്താണെന്നറിയാമോ? മറ്റൊരു വെജിറ്റബിളിൻ്റെ പോലെ ടേസ്റ്റ് വ്യത്യാസം വരില്ല. കാരണം മറ്റേന്ന് വെച്ചാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു കസ്റ്റമർ പോയിട്ട് ഇത് വാങ്ങിക്കുന്നത്. ഓക്കെ. അപ്പോൾ വാങ്ങിച്ചിട്ട് പിന്നീട് അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ലൈഫ് കിട്ടില്ല. പക്ഷേ ഇത് ഇന്ന് തന്നെ നമ്മൾ വരുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട്, അതായത് നമ്മളിന്ന് രാവിലെ തന്നെ കർഷകരുടെ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫും കൂടുതലായിരിക്കും, ടേസ്റ്റും അങ്ങനെ ഉണ്ട്. ഒരു മാറ്റമില്ല. ഇതൊക്കെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിത് അറിയുന്നതല്ല, കസ്റ്റമർ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞ, ഇവിടുത്തെ കട്ടിങ് പച്ചക്കറികളുണ്ടെന്ന് തുടങ്ങും. അതെ, കട്ട് വെജിറ്റബിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? നമുക്ക് കട്ട് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കയറി വരുന്ന കട്ട് വെജിറ്റബിൾസാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓലങ്കട്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കസ്റ്റമറോട് തന്നെ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് താല്പര്യമുള്ള കട്ടാണ് വേണ്ടത്? അപ്പോൾ അവർ നമ്മൾ വിളിച്ച് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ അളവ് പല ടൈപ്പ് വെജിറ്റബിൾസ് തന്നെ പല ടൈപ്പ് കട്ട് വെജിറ്റബിൾസ് ഇപ്പോൾ നമുക്കുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഉണ്ട്. അതല്ലേ, അത് നമ്മൾ നമ്മുടെ സ്റ്റാഫ് ചേച്ചിമാരാണ് അതൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? പിന്നെ കൂർക്ക തൊലി കളഞ്ഞത് ഇങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെ നമ്മൾ അതിവിടെ. പക്ഷെ അത് നമ്മുടെ ഒരു കൂർക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സാധാരണ പുറത്തുനിന്നൊരു കൂർക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വീണ്ടും പോയിട്ട് നമ്മൾ വീട്ടിൽ പോയി പണിയേണ്ടി വരും. പക്ഷേ ഇവിടെ നിന്നൊരു കൂർക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, നേരെ അടുപ്പിലേക്ക് ഇടാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം, അതുപോലെ കൂടാതെ തന്നെ
വേറെ പൈനാപ്പിളിൻ്റെ എന്തോ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെ അതെ, അതെന്താണ് സംഭവം? നമുക്കിവിടെ പൈനാപ്പിൾ കട്ട് ചെയ്തതുണ്ട്, പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ട്, പിന്നെ ഇതുപോലെ തന്നെ പപ്പായ കട്ട് ചെയ്തത്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ മാതളം അത് പീൽ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ഇത് നമ്മുടെ കേരളം മൊത്തം ഇതേപോലത്തെ നല്ല നല്ല പച്ചക്കറി കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. നമ്മുടെ കമ്പനിയുടെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഗാർഡൻ ബാസ്ക്കറ്റ് എന്നാണ്. അപ്പം ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു കോള് മതി, നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും അല്ലേ? അതെ, തീർച്ചയായിട്ടും.